വെൽക്കം ഓൾ. മൈ നെയിം ഈസ് ഷാംലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് AutoCADൻ്റെ തേർഡ് ക്ലാസ്സിലാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ സ്റ്റാർട്ടിംഗ്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ അകത്ത് വരുന്നത് എൻ പോയിന്റ് ആണ്. എൻ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലൈൻസിൻ്റെ എൻ പോയിന്റ് അല്ലെങ്കിൽ ആർക്കിൻ്റെ എൻ പോയിന്റ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ലൈൻസിൻ്റെ എൻ പോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വന്നിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പിൽ വന്നിട്ട് എൻ പോയിന്റ് ഓൺ ചെയ്തിട്ട് ഇറങ്ങി. പക്ഷെ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എൻ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്യുക. ലൈൻ ആകാം, ആർക്കാകാം, സർക്കിൾ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടൂൾ എടുക്കുക. ടൂൾ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ, ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ലൈൻ ടൂളാണ്. സോ എൽ എൻട്രി കൊടുക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻ പോയിന്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ്, നമുക്ക് മിഡ് പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്കിൻ്റെ മിഡ് പോയിന്റ്സ് കാണാൻ വേണ്ടി പറ്റും, ലൈനിൻ്റെ മിഡ് പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, റെക്റ്റാങ്കിളിലെ ലൈൻസിൻ്റെ മിഡ് പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ വരുന്നത് സെൻറ്റർ. സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ, എലിപ്സിൻ്റെ സെൻറ്റർ, ആർക്കിൻ്റെ സെൻറ്റർ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ ജോമെട്രിക് സെൻറ്റർ. ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ചില സ്ക്വയറിൻ്റെ സെൻറ്റർ, പെൻറ്റഗണിൻ്റെ സെൻറ്റർ, അങ്ങനെയൊക്കെ ഉള്ള ഫിഗേഴ്സിൻ്റെ സെൻറ്റേഴ്സ് കാണാൻ വേണ്ടി നമ്മൾ ജോമെട്രിക് സെൻറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ നോഡ്. നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ ക്വാഡ്രൻറ്റ്. ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർക്കിളിലെയും ആർക്കിലെയൊക്കെ ക്വാഡ്രൻറ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻ്റർസെക്ഷൻ സിമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ലൈൻ വരച്ചിട്ട് ആ സെയിം ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, താഴോട്ട് പാരലായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആ ലൈനിൻ്റെ എൻ പോയിന്റിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് തന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് അങ്ങോട്ട് മൂവ് ചെയ്യുക. ദെൻ അഗെയിൻ അതിൻ്റെ സ്റ്റോപ്പ് പോയിന്റിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, താഴത്തെ ലൈനിൽ ഒരു ഹിന്ദു സൈൻ കാണിക്കും. അപ്പോൾ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, മേളത്തെ ലൈനിൻ്റെ സ്റ്റോപ്പ് പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ കറക്റ്റ് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഞാനത് ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും നിങ്ങൾക്ക്. ഓക്കെ, ദെൻ ഇൻസേർഷൻ. ഇൻസേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രാഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റെക്റ്റാങ്കിളിലെയും ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, ദെൻ ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സർക്കിളിലെയും ആർക്കിലെയും എലിപ്സിലെയൊക്കെ ടാൻജൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ നിയറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ പോയിന്റ്, മിഡ് പോയിന്റിനും ബാക്കിയുള്ള പോർഷൻസ് അതിനെയാണ് നമ്മൾ നിയറസ്റ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പാരലൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൈനിന് പാരലായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് കാണിച്ചു തരും, പാരലൽ ഓൺ ആക്കി ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ അകത്തുള്ളത്. ദെൻ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വരുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ട്രാക്കിങ്ങും എക്സ്റ്റൻഷനും സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ 3D ഒബ്ജക്റ്റ് സ്നാപ്പ്. 3D ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 3Dയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അത്യാവശ്യം വരത്തില്ല. ദെൻ ഡൈനാമിക് ഇൻപുട്ട്. ഡൈനാമിക് ഇൻപുട്ടിൻ്റെ ഷോർട്ട് കീ വന്നിട്ട് F12 ആണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കമാൻഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയറക്റ്റ് സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ക്വിക്ക് പ്രോപ്പർട്ടീസ്. ക്വിക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും കമാൻഡ് QP മോഡാണ്. ഇല്ലെങ്കിൽ നമുക്ക് Ctrl+Shift+P എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെന്തിനാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫിഗർ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ സെലക്ഷൻ സൈക്ലിംഗ്. സെലക്ഷൻ സൈക്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, പാലറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് കഴിഞ്ഞു. ഇനി വരുന്നത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിലെ കമാൻഡ് വന്നിട്ട് OP ആണ്. ദെൻ ആപ്ലിക്കേഷൻ മെനുവിൽ നമുക്ക് ഓപ്ഷൻസിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാച്ച നമുക്ക് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വന്നിട്ട് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, ദെൻ അതിൽ വരുന്നതാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ വന്നിട്ട് ഫയൽ ടാബ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫയൽ ടാബ് അതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിൽ വന്നിട്ട് ഡിസ്പ്ലേയിൽ വന്നിട്ട് ഡിസ്പ്ലേ ഫയൽ ടാബ് എന്നൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻ പോയിന്റിൻ്റെ ഡയമെൻഷൻസും സിമ്പിളും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ പോയിന്റിൻ്റെ മാത്രമല്ല, മിഡ് പോയിന്റ്, നമ്മൾ തൊട്ട് മുന്നേ ഒബ്ജക്റ്റ് സ്നാപ്പിൽ കുറച്ച് കമാൻഡ്സ് ഉണ്ടല്ലേ, അതിൻ്റെയൊക്കെ സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിൻ്റെ അതിൻ്റെ ആ ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്.
ദെൻ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിക് ബോക്സ് സൈസ് ഗ്രിഡ് സൈസിൻ്റെയും ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൗസ് പോയിന്റ് ഇല്ലേ അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തിയറി ക്ലാസ്സിൽ എടുക്കുന്നത്. ദെൻ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേഷൻ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇതുവരെയായിരുന്നു പറഞ്ഞു നിർത്തിയ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് DS എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, എൻ പോയിന്റ് ടിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, എൻ പോയിന്റ് ടിക്ക് ഓൺ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദെൻ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, എൻ പോയിന്റ്സ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ടൂൾ എടുക്കുക. നമുക്ക് ഏത് ടൂൾ വേണം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈൻ ടൂളാണ് എടുക്കുന്നത്. L എൻ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ലൈൻ ടൂൾ സെലക്ട് ആയിട്ടു. കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, എൻ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലൈൻ മാത്രമല്ല, ആർക്കിന്റെ എൻ പോയിന്റ്സും അതുപോലെ തന്നെ റെക്ടാങ്കിളിലെ ലൈൻസിന്റെ എൻ പോയിന്റ്സും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അഗൈൻ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വന്നിട്ട് മിഡ് പോയിന്റ് സെലക്ട് ചെയ്യാം. ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ഒബ്ജക്റ്റ് സ്നാപ്പ് മിഡ് പോയിന്റ് അങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാറ്റസ് ബാർ കണ്ടോ, ഈ സ്റ്റാറ്റസ് ബാറിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ഉണ്ട്. ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്യുക. ദെൻ അതിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാണുന്ന അതേ കമാൻഡ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മിഡ് പോയിന്റ് ടിക്ക് ഓൺ ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മളുടെ ഒരു ടൂൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എക്സ്ട്രാ ഒരു ടൂൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതുപോലെ അഗൈൻ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് സ്നാപ്പ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ദെൻ സെന്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, സർക്കിളിന്റെയും എലിപ്സിന്റെയും ആർക്കിന്റെയും ഒക്കെ സെന്റർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റർ ഓൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വരുന്നത് ജോമെട്രിക് സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്, റെക്ടാങ്കിളിന്റെയും പെന്റഗൺ സ്ക്വയർ അതിന്റെയൊക്കെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോമെട്രിക് സെന്റർ ഓൺ ആക്കിയിടുന്നത്. ഓക്കെ, ദെൻ നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കണ്ടോ കുറച്ച് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടോ പോയിന്റ് അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ കളർ കാണിക്കുന്നത് കണ്ടോ, നമുക്ക് കറക്റ്റ് പോയിന്റ് അപ്പൊ അറിയാൻ വേണ്ടി പറ്റും. കറക്റ്റ് പോയിന്റിലായിരിക്കും ഈ നോഡിന്റെ സെന്റർ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓർത്തോ ഓഫ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ എസ്കേപ്പ് കൊടുക്കുക. ഓക്കെ, ദെൻ അഗൈൻ എന്ത് ചെയ്യുക, മിഡ് പോയിന്റ് ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്യുക. ക്വാഡ്രന്റ് വന്നിട്ട് നമുക്ക് ഇവിടെ എന്തല്ല, ടൂൾ ഒന്നും ആക്റ്റീവ് അല്ല കണ്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൂൾ എടുക്കുക, ലൈൻ ടൂൾ എടുത്തു. ദെൻ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ സർക്കിളിന്റെ ക്വാഡ്രന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ക്വാഡ്രന്റിന്റെ സിമ്പിൾ. ഓക്കെ, ആർക്കിൽ നമുക്ക് ക്വാഡ്രന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ. ഓക്കെ, ദെൻ അഗൈൻ നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് എടുക്കുക. ദെൻ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പോയിന്റ്സ് എവിടെയാണോ ക്രോസ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇന്റർസെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ. ഇതിവിടെ ഇങ്ങനെ വരാൻ കാരണം ഇപ്പൊ ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ട് ഈ ലൈനിന്റെ മിഡ് പോയിന്റും വരുന്നത് ഇതിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മിഡ് പോയിന്റ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ഇന്റർസെക്ഷൻ. ഓക്കെ, ദെൻ എക്സ്റ്റൻഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഉണ്ട് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഈ ലൈനിന് പാരലൽ ആയിട്ട് നമുക്ക് തൊട്ട് മേലെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുന്ന സമയത്ത് ആ മിഡ് പോയിന്റിൽ ഒരു പ്ലസ് സൈൻ വരും. നമ്മൾ എന്ത് ചെയ്യാം, പയ്യെ മേലോട്ട് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, അവിടെ ഒരു എക്സ്റ്റൻഷൻ വരുന്നത് കണ്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ദെൻ അഗൈൻ നമ്മൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ കാണിക്കാം. ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഒരു ക്രോസ് കാണിക്കും. ദെൻ അവിടെ എന്ത് ചെയ്യാം, മൗസ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ദെൻ എസ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലൈനിന് കറക്റ്റ് പാരലൽ ആയിട്ടൊരു ലൈൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇടയ്ക്ക് ലൈൻസ് ഒന്നും ഇല്ലാണ്ട്. ഓക്കെ, ദെൻ വരുന്നത് ഇൻസേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇത് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈസ് ഒരു 5 എൻ്റർ കൊടുത്ത് കണ്ടോ വലുതായിട്ട് വരും. ഓക്കെ ഓക്കെ ദെൻ അടുത്ത് പറയുന്നത് ഇൻസേർഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, നമുക്ക് ചിലതൊക്കെ നമുക്കിങ്ങനെ എല്ലാം ഓൺ ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല, ചില സിഗ്നൽസ് കാണാൻ വേണ്ടിട്ട് പറ്റത്തില്ല. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇന്റർസെക്ഷനും മിഡ് പോയിന്റും ഒക്കെ ഒരിടത്ത് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് പെർപെൻഡിക്കുലർ മാത്രം ഓൺ ആക്കി ഇട്ടിട്ട് നമ്മളൊരു ടൂൾ എടുക്കുക. ദെൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ പെർപെൻഡിക്കുലർ സൈൻ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, കണ്ടോ പെർപെൻഡിക്കുലർ സൈൻ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ദെൻ വരുന്നത് പെർപെൻഡിക്കുലർ കഴിഞ്ഞു. ദെൻ ടാൻജന്റ് നോക്കാം. കണ്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടാൻജൻസ് കാണാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നിയറസ്റ്റ്. നമ്മൾ നേരത്തെ മിഡ് പോയിന്റും എൻഡ് പോയിന്റും പറഞ്ഞായിരുന്നു. അതിന് ഇടയ്ക്ക് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നിയറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ അപ്പാരന്റ് ഇന്റർസെക്ഷൻ. അപ്പാരന്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ പോലെ തന്നെയാണ്. കണ്ടോ ഇങ്ങനെ ക്രോസ് സൈൻ കാണിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലൽ. പാരലൽ എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾ നമുക്ക് നോക്കോ, ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന് പാരലൽ ആയിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തോ ഓഫ് ചെയ്യുക. ദെൻ ജസ്റ്റ് കണ്ടോ ഈ ലൈനിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈൻ ജസ്റ്റ് ഒന്ന് ഈ ലൈൻ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പാരലൽ സിംബൽ കാണിക്കും. ദെൻ അത് താഴോട്ട് ഇങ്ങനെ നമ്മൾ പയ്യെ കൊണ്ടുവരിക. ദെൻ അപ്പോൾ ഒരു ഗ്രീൻ കളർ ട്രാക്ക് കാണിക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് ആ മേലത്തെ ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന സെക്ഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ആ ഒരു ഗ്രീൻ ലൈനിൽ എവിടെ വേണോ ഈ മൗസ് പോയിന്റ് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പം ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ ഒബ്ജക്ട് സ്നാപ്പിന്റെ അകത്തുള്ള കമാൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിന്റെ അകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ കമാൻഡിൽ വരിക, ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എൻ്റർ. അടുത്ത് നമ്മൾ പറയുന്നത് 3D ഒബ്ജക്ട് സ്നാപ്പ് ആണ്. 3D ഒബ്ജക്ട് സ്നാപ്പ് നമുക്ക് 3Dയിലാണ് യൂസ് ചെയ്തത്. സോ അതിവിടെ ആവശ്യമില്ല. ദെൻ ഡൈനാമിക് ഇൻപുട്ട് ഓക്കെ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ദെൻ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ എൻ്റർ. നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് ഡൈനാമിക് ഇൻപുട്ടിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ട് കീ എന്ന് പറയുന്നത് F12 ആണ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? നമ്മൾ F12 ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമാൻഡ് സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് കമാൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10 കൊടുക്കാം, എൻ്റർ. ദെൻ അഗെയിൻ നമുക്കൊരു 5 കൊടുക്കാം, എൻ്റർ. കണ്ടോ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമാൻഡ് സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എസ്കേപ്പ് ചെയ്യുക. ഡൈനാമിക് ഇൻപുട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? F12 പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ അഗെയിൻ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എടുക്കുക. അതിൽ വന്നിട്ട് ക്വിക്ക് പ്രോപ്പർട്ടീസിന്റെ ഷോർട്ട് കീ Ctrl+Shift+P ആണ്. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിന്റെ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ഫിഗർ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ ക്വിക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ പോവുക, എൻ്റർ ചെയ്യുക, സെലക്ഷൻ സൈക്ലിംഗ് എടുക്കുക. സെലക്ഷൻ സൈക്ലിംഗ് അലോ സെലക്ഷൻ സൈക്ലിംഗ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത് എന്താന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഗ്ലോബൽ ബിറ്റ് നമുക്ക് അതിന്റെ വാല്യൂസ് എന്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 0.5 എൻ്റർ. കണ്ടോ നമുക്ക് ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ റേഡിയസ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഒരു 5 എൻ്റർ കൊടുത്ത് കണ്ടോ അതിന്റെ ചേഞ്ച് ആയത് കണ്ടോ സർക്കിൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്കും ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിന്റെ കാര്യം കംപ്ലീറ്റ് ആവും. ഇനി പറയുന്നത് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻസ് പറയുമ്പോഴത്തേക്കും
ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? OP എൻ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടെ ആപ്ലിക്കേഷൻ മെനുവിൽ വന്നിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വന്നിട്ട് അതിലെന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഡിസ്പ്ലേയില് ഇപ്പൊ നോക്കിക്കോ, ഇവിടെ ഡിസ്പ്ലേ ഫയൽ ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തു, ദെൻ അപ്ലൈ ഓക്കെ കൊടുത്തു. ഓക്കെ, ദെൻ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടിട്ട് പറ്റുന്നില്ല? ഫയൽ ടാബ് കാണാൻ വേണ്ടിട്ട് പറ്റില്ല. ഫയൽ ടാബ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ? ഒരു ന്യൂ ഡ്രോയിങ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫയൽ ടാബ് വരാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് എടുക്കുക. ദെൻ അതില് ഡിസ്പ്ലേയിൽ വന്നിട്ട് ഡിസ്പ്ലേ ഫയൽ ടാബ് ഓൺ ചെയ്യുക. ദെൻ അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും? ഫയൽ ടാബ് കാണാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ദെൻ അഗെയിൻ ഓപ്ഷൻസ് എടുക്കുക. ദെൻ അതിലെന്താണ്? ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിംഗിൽ വന്നിട്ട് കണ്ടോ, ഓട്ടോ സ്നാപ്പ് മാർക്കർ സൈസും ഉണ്ട്, അപ്പർച്ചർ സൈസും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ചേഞ്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എൻഡ് പോയിന്റ്സ് നമുക്ക് വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂട്ടിയും കൊടുക്കാം, എന്ത് ചെയ്യാം? കുറച്ചും കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോ കുറച്ച് കൊടുത്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറച്ച് കൂട്ടി. ഓക്കെ, ദെൻ ഇത് വന്നിട്ട് ഓക്കെ, ദെൻ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യാം? ഒരു ലൈൻ എടുത്ത് വരയ്ക്കുക. ദെൻ ഇവിടെ ഒബ്ജക്ട് സ്നാപ്പിൽ വന്നിട്ട് എൻ പോയിന്റ് ഓൺ ചെയ്യുക. ദെൻ ലൈൻ എടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്കിവിടെ എന്താണ്? വളരെ കുഞ്ഞായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻ പോയിന്റ്സിന്റെ ആ ഒരു ഇത് വരുന്നത്. എൻ പോയിന്റ് ആയാലും മിഡ് പോയിന്റ് ആയാലും എല്ലാത്തിന്റെയും സൈസ് എന്ത് ചെയ്യും? ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, മിഡ് പോയിന്റ് എടുക്കുമ്പോഴത്തേക്കും കണ്ടോ, എല്ലാത്തിന്റെ സൈസും എന്താകും? ചെറുതാകും. സോ നമുക്കത് അഗൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എടുക്കുക. ദെൻ ഡ്രാഫ്റ്റിംഗിൽ വന്നിട്ട് എന്ത് ചെയ്യുക? സൈസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, ദെൻ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ അതിന്റെ സൈസ് മാറും. ഓക്കെ, ദെൻ അഗൈൻ ഓപ്ഷൻസ് വന്നിട്ട് എന്ത് ചെയ്യുക? സെലക്ഷൻ. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിംഗിനകത്ത് കഴിഞ്ഞു സെലക്ഷനിൽ വന്നിട്ട് പിക് ബോക്സ്, ദാറ്റ് മീൻസ് നമ്മുടെ മൗസ് പോയിന്റിന്റെ സൈസ് ആണ്. മൗസ് പോയിന്റ് സൈസ് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിക്കൊടുക്കാം. ഇവിടെ അതുപോലെ കൂട്ടിക്കൊടുക്കുക. ദെൻ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, കണ്ടോ, അപ്പൊ നമ്മുടെ മൗസ് പോയിന്റ് സൈസ് കണ്ടോ ചേഞ്ച് ആയത്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെലക്ഷനിൽ വന്നിട്ട് മൗസ് പോയിന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ബാക്കിയെല്ലാം ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.